പൊന്മുടി, ഈ പേരിന് പിന്നിലുള്ള കഥ എത്ര പേർക്കറിയാം? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി. പണ്ട് കാലത്ത് ബുദ്ധ ജൈന സംസ്കാരത്തിലെ ബൗദ്ധരും ജൈനരും തങ്ങളുടെ ദൈവത്തിനെ പൊന്നൈർ ദേവനെന്നും പൊന്നൈർക്കോൺ എന്നും വിളിച്ചിരുന്നതായി ചരിത്രത്തിൽ പറയപ്പെടുന്നു. ഇങ്ങനെയാണ് ഈ മലയ്ക്ക് പൊന്മുടി എന്ന് പേര് വന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ തങ്ങളുടെ മലദൈവങ്ങൾ പൊന്നു സൂക്ഷിച്ചിരുന്ന മലയായതിനാലാണ് പൊന്മുടി എന്ന് പേര് വന്നതെന്നാണ് കാണിക്കാർ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും കൂട്ടുകാരുമായിട്ടൊന്ന് ഒത്തുകൂടുമ്പോൾ എവിടെയെങ്കിലും പോയാലോ എന്ന് പറയുമ്പോൾ ലിസ്റ്റിൽ ഒന്നാമൻ എപ്പോഴും പൊന്മുടി തന്നെയായിരിക്കും. ഓർത്തെടുക്കുകയാണെങ്കിൽ ഇതെൻ്റെ 4ാമത്തെ വരവാണ്. 4 തവണ ഒരുപാട് നല്ല ആളുകളുടെ ഒരുപാട് നല്ല ഓർമ്മകളിലൂടെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നപ്പോഴും ഒരുപാട് സന്തോഷിച്ചിരുന്നപ്പോഴും പൊന്മുടിയിലോട്ട് ഓടി വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടോ എനിക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം എന്നതുകൊണ്ടുമാകാം. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേയും ഞാൻ എൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും പെട്ടെന്നുള്ള ഒരു ഓടി ഒളിക്കലിനും വേണ്ടി ഞാനൊരു യാത്രയെ സ്നേഹിച്ചിരുന്നത് കൊണ്ടും ആകാം. എന്തായാലും ഒരുപാട് സന്തോഷിച്ച എന്നെയും ഒരുപാട് വിഷമിച്ചിരുന്ന എന്നെയും പൊന്മുടി കണ്ടിട്ടുണ്ട്. പൊന്മുടി എന്ന പേര് വരാനുള്ള കഥ മറ്റൊന്നാണെങ്കിലും എനിക്കും പൊന്മുടിക്കും ഇടയിലുള്ളൊരു കഥ ഇതാണ്. പെട്ടെന്ന് തല തട്ടല്ലേ അഫാന്, തല തട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ പൊന്മുടി എത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നല്ല മഞ്ഞുണ്ട്. ഇതിനു മുന്നേ ഇവർ കുറച്ച് ദിവസം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടടുത്തിരിക്കുന്നവരെ കാണാൻ പറ്റത്തില്ലെന്നായിരുന്നു കേട്ടോ പറഞ്ഞേ. പക്ഷെ ഇപ്പോൾ അത്രയും മഞ്ഞില്ല. പക്ഷേ ഇവിടെ ഉള്ള അത്രയും മഞ്ഞ് ക്യാമറയിൽ അറിയാനും വയ്യ കേട്ടോ. നല്ല രസമുണ്ട്. വരുന്നു പൊക്കോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞും മലയും ഒക്കെ. അടിപൊളി അടിപൊളി. ആള് പോകുന്നുണ്ടോ? ഇവർ കാണുന്നത് നേരിൽ കാണാനും ക്യാമറയിൽ കാണാനും വ്യത്യാസമുണ്ട് കേട്ടോ. അത്യാവശ്യം. അയ്യോ എന്തോ കനി. അടിപൊളി കേട്ടോ. പൊക്കോ പൊക്കോ. കനി ഓക്കെ. ആണോ? ഓക്കെ. വീഴല്ലേ? കൊള്ളാല്ലേ ഇത്? ഞങ്ങളിതേ എവിടെ നിന്നാണ് വന്നേ? അത് തന്നെ ഇങ്ങോട്ട്. ഇവിടെണ്ട ഇവിടെ നിന്നേ. ഇവിടെ ഇപ്പം നടന്ന് ദേ അങ്ങോട്ട് പോവാ. ഞാൻ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി രണ്ടുപേരും അവരവിടെ നിന്ന്. അയ്യോ, അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ് ഗൈസ്. ദങ്ങ് നിന്നതാ, ദങ്ങ് ദങ്ങ് ദങ്ങ്. അവിടെ നിന്ന്
അവിടെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പൊക്കമുള്ള സ്ഥലം ഇതാണ്. ഇത്രയും നടന്നു വരുമെന്ന് വിചാരിച്ചില്ല. ഞാനും ഇവർ രണ്ടിനും മാത്രമേ ഉള്ളൂ. നടന്ന് 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 എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഇഷ്ടപ്പെട്ടാ? എത്ര ദൂരം വന്നെന്നറിയാമോ? നമ്മളെവിടെ നിന്നേ? അങ്ങോട്ട് നോക്ക്. കണ്ടോ കുറേ ആളുകൾ നിൽക്കുന്നേ. അവിടെ നിന്ന് ഇവിടെ വരെ നടന്നാ ഇനി അങ്ങ് പോണോ? സെറ്റാണോ? പോകാം. ആ മഞ്ഞ് വരുന്നു. ആ മഞ്ഞിങ്ങ് വരുമോ നോക്കാം നമുക്ക്. വെയിറ്റ് ചെയ്യാം. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നിങ്ങൾ വലുതാകുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വരുമോ? ഫ്രണ്ട്സായിട്ടൊക്കെ വരുമോ? കനി വരുമോ? പിന്നെ ഓ അങ്ങനെ ആണോ? ഫ്രണ്ട്സായിട്ടൊക്കെ വരണം. അപ്പോൾ അടിപൊളി. നന്ദയെ കൊണ്ടുവരൂല്ലേ? കനിയുടെ ഫ്രണ്ടാണ് നന്ദ. അയ്യോ, പക്ഷെ ഇവിടോട്ട് ഇങ്ങനെ അവിടെ നിന്ന് മഞ്ഞ് വരും കേട്ടാ. പക്ഷെ ക്യാമറയിൽ എനിക്കിത് കാണാൻ പറ്റാത്ത, കാണിച്ചു തരാൻ പറ്റാത്തൊരു. ഐഷു ഒരു കാര്യം അറിയോ? ഞങ്ങള് കനി ഐഷുവിൻ്റെ ഉമ്മയും വാപ്പയൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം ഞങ്ങൾ ഇവിടെ, ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ടൈം ഞങ്ങളെല്ലാവരും കൂടെ ആദ്യമായിട്ട് ഇവിടെ വന്നത് എന്തിനാണെന്നറിയാവോ? ഇയാളുടെ അമ്മയുടെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിന്. അതിന്റെ കൊറേ വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യില്. ഇയാളിലുണ്ടായിരുന്നോ? പക്ഷെ ആ ഫോൺ ചീത്തായിപ്പോയി. പിന്നെ അതിന് ശേഷം വരുന്നത് ഞാൻ നിങ്ങളൂടെ വരുന്നത് ഇപ്പം നിങ്ങൾ ഇവർ 2 പേരായതിനു ശേഷമാണ്. കനി ഞാനും രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. കനി കുഞ്ഞായിരുന്ന സമയത്ത് കൊണ്ടുവന്നായിരുന്നു, കുഞ്ഞു വാവയായിരുന്ന സമയത്ത്. അതിന് ശേഷം കനി വലിയ വാവയായപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചിരിക്കും. ഞാനിങ്ങനെ വിചാരിച്ചതേ ഉള്ളായിരുന്നു മഞ്ഞ് ഇതുവഴി പോയായിരുന്നെങ്കിൽ. മഞ്ഞ് ഇതുവഴി പോയി, പക്ഷെ ഭയങ്കര ലൈറ്റായിട്ടാണ് പോയത് ഇല്ലേ? എൻ്റെ ട്രാവൽ പാർട്ട്നേഴ്സാണ് കേട്ടോ. ഇന്ത്യ ഒരാളും കൂടെ ഉണ്ടല്ലോ. ഞാൻ ഈ മൈക്കിൻ്റെ മറ്റേ വിൻഡ് ബ്ലോക്കർ അതെടുത്തില്ല. ലിപ്സ്റ്റിക് ഒക്കെ പോയി അല്ലേ? അമ്മ നോക്കട്ടെ. ഇല്ല. ഉണ്ടോ? കുറച്ചേ ഉള്ളൂ. നല്ല കൂടുതലുണ്ട്. ആണോ? എന്നാ ഓക്കെ. തെറ്റിപ്പോയോ? ആ, 2 പേരും കൂടെ ഉറക്കെ. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോഴത്തേക്ക് 3, 2, 1 പറഞ്ഞോ. കൂയ്ക്കോ. അടിപൊളി. ഞങ്ങളെ അവിടെ അന്വേഷിക്കുന്നുണ്ടോ എന്തോ. കുറേ നേരം ഇല്ലേ നമ്മൾ വന്നിട്ട്. ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനൊക്കെ അപ്പുറമേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ എല്ലാവരും ചെയ്യണം. അടിപൊളിയാണ്. നമ്മുടെ പല ടെൻഷനുകളിൽ നിന്നൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ഫ്രീ ആവും കുറച്ച് നേരമെങ്കിലും. കയറിയ മേലെ തിരിച്ചിറങ്ങുകയാണ്. അയ്യോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഇറങ്ങും. വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ടൊരു വലിയ കയറ്റമാണ്. അങ്ങനെ ഇവിടെ തിരിച്ചു വരുവാണ് ഇങ്ങോട്ട് പോവാൻ. ഞാൻ എവിടെ വന്നത്? ഇഷ്ടപ്പെട്ട സ്ഥലം? ആ,
കളിച്ചോ ഫാൻ? പിന്നെ വേറെന്താ ചെയ്ത്? അത് അത്രയും കാര്യം കൊച്ചു ചെയ്ത് കേട്ടോ. ചൊച്ച് തിരിച്ചു പോകാനുള്ള ബസ് വന്നു. ബസ്സിൽ കയറിയിട്ട് പൊന്മുടിയിലേക്ക് ഇതുവരെ ബസ്സിന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെടുമങ്ങാട് നിന്നാണ് കേട്ടോ. ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ളൊരു പൊന്മുടി ബസ്സിലാണ് ഞാൻ കയറിയത്. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ ട്രിവാൻഡ്രം ഡിപ്പോയിലോ അല്ലെങ്കിൽ നെടുമങ്ങാട് ഡിപ്പോയിലോ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏത് സമയത്തൊക്കെ ബസ്സുള്ളതെന്ന് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി.